സീരിയസ് ഇതാണ് നമ്മളുടെ എൻ്റെ ചേച്ചിയുടെ ചേട്ടൻ്റെ പിള്ളേരുടെയൊക്കെ അനീതി ഉണ്ടായിരുന്നു നന്ദി ഹിൽസിലേക്കുള്ളൊരു യാത്ര. നമ്മൾ സൺറൈസ് കാണാൻ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ച് 2 മണിക്ക് 3 മണിക്ക് 2 മണിക്കാന്ന് തോന്നുന്നു എങ്ങോട്ട് ഇറങ്ങിയതാണ്. 2:30 എങ്ങോട്ട് ഇറങ്ങിയതാണ്. ആ വെളിച്ചം നേരം വെളുത്തതല്ല, അത് ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് ആണ് കാണുന്നത്. നമ്മളപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അതായത് വെറുതെ ഇരുന്നപ്പം ഓഫ് കിട്ടിയ ഒരു ദിവസം, അതായത് സൺഡേ ആണ് ഞങ്ങൾ പോയത്. പോവാന്ന് വിചാരിച്ച് ചുമ്മാ അങ്ങനെ അങ്ങ് പോയതാണ്. ഓക്കെ, എന്തായാലും ബാംഗ്ലൂർ വരുന്നവർക്കും ബാംഗ്ലൂരുള്ളവർക്ക് തോന്നും പുത്തിരിയല്ല. എനിക്ക് ബ്രേസസ് ഉള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് വെള്ളി വീഴുന്നൊരു പരിപാടിയുണ്ട്. അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചു വിടുക. അപ്പം ഇങ്ങനെ പോയി കാത്തിരുന്ന് അവിടെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അപ്പം നേരം പെരപെരാന്ന് ഇങ്ങനെ പല്ലർന്നു. അതാണ് സംഭവം. സൺറൈസ് കാണാൻ പോയവർ റോട്ടിൽ നിന്നുകൊണ്ടേ ആ മരത്തിൻ്റെ ഇടയിലെ കൂടെയൊക്കെ ഉള്ള സൺറൈസാണ് നമ്മൾ കണ്ടത്. നമുക്ക് ഉള്ളിലേക്ക് എന്നിട്ടും എത്തിപ്പെടാൻ സാധിച്ചില്ലായിരുന്നു, അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു. 4 മണിക്ക് 5 മണിക്കാണ്ട് എത്തിയിട്ട് പോലും ഉള്ളിൽ കയറാൻ പറ്റിയില്ല. പോകുന്ന വഴി കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഉദ്ദേശിച്ച കാര്യം അങ്ങനെ നടന്നില്ല. അങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ ചെന്ന് ഈ കാഴ്ചകളൊക്കെയാണ് കണ്ടത്. സൺറൈസിന് പകരം നല്ല പരപരാന്ന് വെളുത്ത് വെയിലും ഉദിച്ച് തിളച്ച് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മരങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. കുറേ കുരങ്ങന്മാരും കണ്ടു. നമ്മൾ പോകാറുണ്ട് ഇടയ്ക്ക്. അപ്പം വ്ളോഗായിട്ടൊന്നും എടുത്തല്ല കേട്ടോ, ചുമ്മാ. അതുകൊണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ കാണാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, നേരം വെളുത്തല്ലോ ഓൾറെഡി. പകരം കുരങ്ങന്മാരെയാണ് കിട്ടിയതുകൊണ്ടേ അവൻ്റെ ഇരിപ്പിന് എന്തോ ഒരു വശവശമുണ്ട് ഇല്ലേ? ഉണ്ട് ഉണ്ടായിരുന്നു. അവന് ഓടി വന്നായിരുന്നു. അപ്പം ഞാൻ ഓടി, കണ്ടം വഴി ഓടിയായിരുന്നു. അപ്പം കണ്ട് ഈ ഒരു വ്യൂവിലൊക്കെ ഫോഗും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ കാണാമെന്നുള്ളൊരു ഉദ്ദേശം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഫോഗ് പോലും ഇല്ലായിരുന്നു, അത്രയ്ക്കും വെയിൽ വന്നു. പിന്നെ നമ്മൾ മറ്റേ ഡിസംബർ ജാനുവരി ആ ഒരു സമയത്തും അല്ല പോയത്. ആണ്ടേ ഇങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ ആ കഴിച്ചാൽ കഴിഞ്ഞു തിരിച്ചു പോകുന്നത് ബസ്സിലാണ്. ഈ ടീം പടലും കൊമ്പൻ ജില്ലയൊക്കെ തന്നെ കണ്ടുള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാൻ പറ്റിയില്ല. അതായത് നാച്ചുറൽ ബ്യൂട്ടി കാണാൻ വേണ്ടി പോവാൻ ചെങ്കുടിയും വെളുപ്പിനെ അങ്ങ് രാത്രി തന്നെ ധരിക്കണം തോന്നുന്നു. എന്നാലും നമുക്ക് ആ ഒരു ബ്ലോക്ക് കിട്ടാതെ നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്കും തിരക്കാണ്. അതൊന്നും നീങ്ങി ഒന്ന് പോകാനുള്ളൊരു പാടായിരുന്നു. അങ്ങനെ തോണ്ടേ തിരിച്ച് പ്രത്യേകിച്ച് വലിയ രീതിയിലൊന്നും ഒരു കാഴ്ചകളോ ഇതൊന്നും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും കാണാതെ തിരിച്ച് ഞങ്ങൾ നന്ദി ഹിൽസിൽ നിന്നുള്ള മടക്കം കഴിഞ്ഞു.